ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കപ്പ് കേക്ക് റെസിപ്പിയാണിത്. ഇതിൽ ഷുഗറോ എഗ്ഗോ മൈദയോ ഒന്നും ചേർക്കാതെ ഓവൻ ബീറ്റർ ഒന്നുമില്ലാതെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ശർക്കരയും കൂടിയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ശർക്കര നല്ലതുപോലെ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മെല്ലിനായിട്ട് വാനില എസൻസ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സ്മെല്ലിന് വേണ്ടിയാണ് കേട്ടോ. ഇനി ഒരു അരിപ്പ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ മൈദയ്ക്ക് പകരം ചേർക്കുന്നത് 1 കപ്പ് റാഗി പൗഡറാണ്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ഒരു റാഗി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കേക്ക് ഉണ്ടല്ലോ, നമുക്കപ്പോൾ ഹെൽത്തിയുമാണ്. പിന്നെ ഒട്ടും മനസ്സിലാകത്തില്ല കേട്ടോ. ആ ഒരു കപ്പ് കേക്ക്, ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അതേ ടേസ്റ്റും ടെക്സ്ചറും തന്നെയാണ് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പം കുറച്ച് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. അപ്പോൾ ലൂസ് ആവാൻ വേണ്ടി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഒരുപാട് ലൂസ് ആവേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, കേക്കിനൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിലല്ല ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് ആ ഒരു കേക്ക് മോൾഡിലൊന്നുമല്ല, ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ അതിലാണ് കേട്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം ബട്ടർ ആയാലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പഴയ തവയൊക്കെ ഉണ്ടാവുമല്ലോ, അതുണ്ടെങ്കിൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു ബാറ്റർ ഓരോന്നിലും ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഫില്ല് ചെയ്യേണ്ട, ഒരു 80% നമ്മൾ ഫില്ല് ചെയ്താൽ മതി. കാരണം ഇത് കുക്കായി വരുമ്പോൾ കുറച്ചുകൂടി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനത് ഇതുപോലെ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടി തന്നെ ഇതിലേക്ക് കുറച്ച് പംകിൻ സീഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ, അത് വെച്ചാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഴയ ഒരു പാനാണ് വെച്ച് കൊടുത്തത്. അത് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു അപ്പച്ചട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് 15-20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്കൊക്കെ വെച്ച് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ കുക്കായിട്ടുണ്ട്. അധികം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അത് ഡീമോൾഡായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും ഇതൊരു ചോക്ലേറ്റ് കേക്ക് ആണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ കഴിച്ചത്. റാഗിയാണെന്ന് തീരെ മനസ്സിലായില്ല. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.